വീണ്ടും സീറോ ഓവറിലേക്ക്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഒളിവിലായിരുന്ന ഒന്നാം പ്രതി ഇഡിക്ക് മുന്നിൽ ഹാജരായി. കമ്പനി ഉടമ KD പ്രതാപനാണ് കൊച്ചി ഓഫീസിൽ ഹാജരായത്. ശരൺ വിവരങ്ങൾ നൽകും. ശരൺ, ഹൈറിച്ച് കേസിൽ നിർണായകമായ വഴിത്തിരിവായി KD പ്രതാപൻ നേരിട്ട് ഹാജരാകുമ്പോൾ ഇനി ഇഡിയുടെ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും? ഹൈറിച്ച് കേസിൽ ഏറ്റവും നിർണായകമായ കാര്യം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് കേസിലെ ഒന്നാം പ്രതിയാണ് KD പ്രതാപൻ. നേരത്തെ KD പ്രതാപനെ ഇഡിക്ക് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. ഈ KD പ്രതാപന്റെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തുന്നതിന് തൊട്ടു മുമ്പാണ് KD പ്രതാപനും ഭാര്യ ശ്രീനയും ഒളിവിൽ പോരുന്നത്. പിന്നീട് ഇരുവരെയും കണ്ടെത്താനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ പിന്നീട് ഇഡിയുടെ അന്വേഷണം, അതായത് മുൻകൂർ ജാമ്യാപേക്ഷയുമായിട്ട് കോടതിയെ സമീപിക്കുകയാണ്. എറണാകുളത്തെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന കോടതിയെ സമീപിക്കുകയാണ് ഇരുവരും ചെയ്തിരുന്നത്. എന്നാൽ കോടതി ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ് ചെയ്തിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് പ്രതികൾ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടതെന്നുള്ള കാര്യമാണ്. ആ കോടതി പരാമർശത്തിന് പിന്നാലെയാണ് ഇപ്പോൾ KD പ്രതാപൻ ഇഡിക്ക് മുന്നിൽ ഹാജരായിരിക്കുന്നത്. ഇന്ന് രാവിലെ 11:30 കൂടിയാണ് കൊച്ചി ഓഫീസിൽ ഹാജരായത്. ഭാര്യ ശ്രീന ഈ ഇഡിക്ക് മുന്നിൽ ഹാജരാകുന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത നിലനിൽക്കുകയാണ്. എന്തായാലും നേരത്തെ പ്രധാനപ്പെട്ട ചില കണ്ടെത്തലുകളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരുന്നതാണ്. അതായത് കേരളത്തിനകത്തും പുറത്തുമായി നടന്ന തട്ടിപ്പാണ് ഈ ഹൈറിച്ച് തട്ടിപ്പ്. അത് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തട്ടിപ്പാണ്. 3140 കോടി രൂപയാണ് പ്രതികൾ നിക്ഷേപമായി സ്വീകരിച്ചിരുന്നത്. അതിൽ തന്നെ 1180 കോടിയുടെ തട്ടിപ്പ് ഈ MLM സ്കീമിലേക്കുള്ള മെമ്പർഷിപ്പ് ഫീ ഇനത്തിൽ മാത്രം നടന്നിട്ടുണ്ട്. 850 കോടി പ്രതികൾ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് വഴി സമാഹരിക്കുകയും ചെയ്തിരുന്നു. കേരളത്തിൽ 19 കേസുകളാണ് ഈ പ്രതികൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കള്ളപ്പണ ഇടപാട് സംബന്ധിച്ചുള്ള പരിശോധനകളിലേക്ക് ഇഡി കടക്കുകയും ചെയ്തത്. എന്തായാലും ഇഡി നിലവിൽ വിലയിരുത്തുന്നത് 100 കോടിയിലധികം രൂപയുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഈ സംസ്ഥാനത്ത് കേരളത്തിൽ ആളുകളിൽ നിന്നും നിക്ഷേപമായി സ്വീകരിച്ച അത്തരത്തിൽ തട്ടിയെടുത്ത പണം ഹവാല ഇടപാട് വഴി പ്രതികൾ വിദേശത്തേക്ക് കടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിനുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഈ ചോദ്യം ചെയ്യൽ പൂർത്തിയാകുമ്പോൾ അറസ്റ്റ് സാധ്യത വരെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്.